ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബന്നീസ് ലെഷർ ടൈം. ഇന്ന് നമുക്കൊരു തലക്കറി റെഡിയാക്കാം കേട്ടോ. ഞാൻ ഇതുവരെ തലക്കറി വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു തലക്കറി വെക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ടാണ് ഞാൻ 2-3 കേരയുടെ തല വാങ്ങിക്കൊണ്ട് വന്ന് ഇന്ന് കറി വെക്കാൻ പോവാണ് കേട്ടോ. നല്ലതാണോ ചീത്തയാണോ എന്ന് ടേസ്റ്റ് നോക്കിയാലേ അറിയത്തുള്ളൂ. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. എങ്കിലും ടേസ്റ്റ് നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയത്തുള്ളൂ ശരിയായിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞാനത് തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇട്ടു. സാധാരണ മീൻ താളിക്കുന്നതിൽ ഉലുവ ഇടുകയാണ്. വറ്റൽ മുളക് ഇടാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ചെറിയ ഉള്ളിയും സവാളയും കൂടെയാണ് മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. ചെറിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, നന്നായിട്ടൊന്ന് കിടന്ന് വാടട്ടെ. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഉപ്പം മഞ്ഞൾ നന്നായിട്ട് വാടിയതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. നമുക്കതെല്ലാം വാടിയോ നോക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഗ്രേവി വേണം, അതുകൊണ്ടാണ് അളവ് കൂടുതൽ ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്തു. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഒന്ന് ചെറുതിൽ കിടന്നൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എണ്ണ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കുടംപുളി ഇനി അത് കിടന്ന് തിളയ്ക്കട്ടെ. തിളച്ചൊക്കെ ആവട്ടെ. അരപ്പുകൾ ശരിയായോ എന്ന് നോക്കാം. അരപ്പിന് നല്ല ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്. നമുക്കിനി ആ തല അങ്ങോട്ട് അതിലേക്ക് എടുത്തിടാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ തലക്കറി. കണ്ടോ? താങ്ക് യു ഫോർ വാച്ചിങ്.